CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ കൂട്ട വിമർശനമാണ്. ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല, ഇനി അങ്ങ് CPM-ൽ ലയിച്ചാൽ മതി എന്നുള്ളതാണ് ആവശ്യം. എന്താണ് ഇപ്പൊ കൂട്ടമായിട്ട് ഇത്രത്തോളം ഒരു ആവശ്യം ഉയരാൻ കാരണമായിട്ടുണ്ടാവുക? ഉയരാൻ കാരണം വളരെ വ്യക്തമാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെയ് 4-ന് വന്ന റിസൾട്ട് ഒരുപക്ഷെ CPI-യുടെ ചരിത്രത്തിൽ 1965-ൽ ആദ്യം CPI ഉണ്ടായ വർഷം മാത്രമാണ് അവർക്ക് 3 സീറ്റ് കിട്ടിയത്. ഇത്രയും താഴ്ന്ന ഒരു സീറ്റ് നിലവാരം അവർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. അതിനുശേഷം CPI-യുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലാണ് 3 സീറ്റ്. അന്ന് CPM 25-26 സീറ്റ് നേടി. നിയമസഭ കൂടിയില്ല. എങ്കിൽ പോലും അന്നാണ് CPI ചെറിയ പാർട്ടിയാണെന്നും CPM വലിയ പാർട്ടിയാണെന്നും ആളുകൾ തീരുമാനിച്ചു. അങ്ങനെയാണ്. അപ്പോഴാണ് അല്ലെങ്കിൽ 64-ലെ പിളർപ്പിന് ശേഷം വന്നിട്ടില്ല. അതിനുശേഷം CPI-ക്ക് സപ്തകക്ഷി മുന്നണിയിൽ EMS-ന്റെ കൂടെ ഇരുന്നു. അതിനുശേഷം CPM-ന്റെ മുന്നണി വിട്ട് കോൺഗ്രസിന്റെ മുന്നണിയിൽ മുഖ്യമന്ത്രി വരെയായിരുന്നു. ഇവിടെ CH മേനോൻ, PK വാസുദേവൻ എന്നിവരൊക്കെ മുഖ്യമന്ത്രിയായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് 1980-ൽ LDF എന്ന ഇന്നത്തെ സംവിധാനത്തിലേക്ക് വരുന്നു. എന്നിട്ട് പോലും 7 സീറ്റ് എന്നത് CPI-ക്ക് ആലോചിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. മുമ്പ് തോറ്റപ്പോൾ പോലും 10 സീറ്റ് 8-10 സീറ്റൊക്കെ കിട്ടാറുണ്ട്. ഏറ്റവും കുറഞ്ഞ സീറ്റാണ് 65-ന് ശേഷം.